അമേരിക്കയിൽ അന്തരിച്ച ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് സഭാധ്യക്ഷൻ മാർ അത്തനേഷ്യസ് യോഹാൻ മെത്രാപ്പൊലീത്തയുടെ സംസ്കാര ശുശ്രൂഷയുടെ ആദ്യഘട്ടം ഡാലസിൽ നടന്നു. വിൽസ് പോയിന്റിലെ സെന്റ് പീറ്റേഴ്സ് ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് കത്തീഡ്രലായിരുന്നു ചടങ്ങുകൾ. മധു കൊട്ടാരക്കര ചേരുന്നു നമുക്കൊപ്പം. മധു, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ മധു എവിടെയാണ് നിൽക്കുന്നത്? ഈ ഈ സംസ്കാര ശുശ്രൂഷയുടെ കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് എസ് കെ. ഞാനിപ്പോൾ ന്യൂജേഴ്സിയിലാണ്. ഈ സംസ്കാര ശുശ്രൂഷയുമായിട്ട് ബന്ധപ്പെട്ടുള്ള വാർത്തയിലേക്ക് കടക്കുകയാണ്. കാലം ചെയ്ത അഭിമന്യ മാർ അത്തനേഷ്യസ് യോഹാൻ പ്രഥമൻ മെത്രാപ്പൊലീത്തയ്ക്ക് യാത്രാമൊഴി നൽകുകയാണ് അമേരിക്കയിലെ മലയാളി സമൂഹവും അതുപോലെ ഈ സഭയുടെ ആസ്ഥാനമായ ഡാലസിലെ സഭാവിശ്വാസികളും. ഓർത്തഡോക്സ് പാരമ്പര്യപ്രകാരം 8 ഘട്ടങ്ങളായിട്ട് നടത്തേണ്ട കബറടക്ക ശുശ്രൂഷയുടെ ആദ്യഘട്ടം അല്പമണിക്കൂറുകൾക്ക് മുമ്പ് ഡാലസ് വിൽസ് പോയിന്റിലെ സെയിന്റ് പീറ്റേഴ്സ് ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് കത്തീഡ്രൽ വെച്ച് നടന്നു. കൊളംബോ കിഗാലി ഭദ്രാസന അധിപൻ ഗീവർഗീസ് മാർ മക്കാഴിയസ് ആയിരുന്നു മുഖ്യ കാർമ്മികൻ. ഈ ശുശ്രൂഷയിൽ നോർത്ത് അമേരിക്കൻ ഭദ്രാസനാധിപൻ ഡാനിയൽ മാർ തീമോത്തിയോസ് എപ്പിസ്കോപ്പ, അതുപോലെ സഭാ സെക്രട്ടറി ഫാദർ ഡോക്ടർ ഡാനിയൽ ജോൺസൺ തുടങ്ങി നിരവധി വൈദികർ ഈ ശുശ്രൂഷയുടെ ഭാഗമാവുകയുണ്ടായി. അതുപോലെ സഭാവിശ്വാസികളും ഈ കത്തീഡ്രലിൽ ഉണ്ടായിരുന്നു. ഈ മെത്രാപ്പൊലീത്തയുടെ ഭൗതിക ശരീരം ബുധനാഴ്ച പ്രാദേശിക സമയം, അതായത് ഡാലസിലെ സമയം വൈകിട്ട് 4 മുതൽ 8 വരെ ഡാലസിലെ റെസ്റ്റ്ലാൻഡ് ഫ്യൂണറൽ ഹോമിലായിരിക്കും പൊതുദർശനത്തിന് വയ്ക്കുക. ഇത് ഇന്ത്യയിലെ സമയം വെച്ച് പറയുമ്പോൾ നാളെ വെളുപ്പിനെ 2:30 മുതൽ 6:30 വരെ ആയിരിക്കും ഈ ശുശ്രൂഷ നടക്കുക, ഈ പൊതുദർശനം നടക്കുക. അദ്ദേഹത്തിന്റെ സംസ്കാരം സഭാ സിനഡിന്റെ തീരുമാനപ്രകാരം കേരളത്തിലെ തിരുവല്ലയിൽ ആയിരിക്കും ഈ മാസം 21-ന് നടക്കുക. തിരുവല്ലയിലെ സഭാ സിനഡ് ആസ്ഥാനത്തിൽ വെച്ചായിരിക്കും. അദ്ദേഹം തന്നെ നട്ട വൃക്ഷത്തൈകൾക്കിടയിലായിരിക്കും അദ്ദേഹത്തിന് ഈ അന്തിമ ശുശ്രൂഷയും അതുപോലെ അദ്ദേഹത്തെ അടക്കുകയും ചെയ്യുക. എസ് കെ. ഡോക്ടർ KP യോഹന്നാൻ എന്ന നാമധേയത്തിൽ സുവിശേഷ ലോകത്ത് അറിയപ്പെട്ടിരുന്ന അത്തനേഷ്യസ് യോഹാൻ മെത്രാപ്പൊലീത്ത കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് ഡാലസിൽ പ്രഭാത നടത്തത്തിനിടയിൽ വാഹനാപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് ആശുപത്രിയിലായത്. എയർലിഫ്റ്റ് ചെയ്ത് അദ്ദേഹത്തെ ഡാലസ് മെത്തഡിസ്റ്റ് ഹോസ്പിറ്റലിൽ എത്തിച്ചെങ്കിലും ആന്തരിക രക്തസ്രാവം പൂർണ്ണമായി നിർത്തുവാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ 24 മണിക്കൂറിനുള്ളിൽ അദ്ദേഹം മരണപ്പെടുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ അദ്ദേഹത്തിന്റെ വാരിയലുകൾ തകരുകയും ശ്വാസകോശത്തിനും തലയ്ക്കുമൊക്കെ ഗുരുതര പരിക്കേറ്റതോടുകൂടി അങ്ങനെയാണ് ആശുപത്രിയിൽ എത്തിച്ചത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഈ മരണത്തിന് കീഴടങ്ങേണ്ടി വന്നത്. ഈ കാറ് ആരുടെയാണ്, ഇടിച്ചത് ആരാണ്, ഇങ്ങനെയുള്ള വിവരങ്ങളൊക്കെ പോലീസിൽ നിന്ന് കിട്ടിയോ? എസ് കെ, ഈ ഇടിച്ച വാഹനം ഇത് ഹിറ്റ് ആൻഡ് റൺ അല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഇടിച്ച വാഹനവും ഈ വാഹനം ഓടിച്ച ആളിനെ പറ്റിയുള്ള വിവരങ്ങളെല്ലാം പോലീസിന് ലഭ്യമായിട്ടുണ്ട്. എന്നാൽ പോലീസ് ഇതുമായി ബന്ധപ്പെട്ട ഒരു ഔദ്യോഗിക വാർത്താക്കുറിപ്പ് ഇനിയും പുറത്തുവിട്ടിട്ടില്ല. അന്വേഷണം പുരോഗമിക്കുന്നുണ്ടെന്നാണ് നമ്മൾ പോലീസുമായി ബന്ധപ്പെടുമ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. എസ് കെ, നമ്മുടെ ഖദീജ മുഹമ്മദ് ഷാ ഒരു കാര്യം മധുവിനോട് ചോദിക്കാൻ, എസ് കെ, മരങ്ങൾ വെച്ചതൊക്കെ എന്തായി എന്നൊന്ന് ചോദിച്ചേക്കെന്ന് പറഞ്ഞു. മരങ്ങളൊക്കെ അവിടെ തന്നെ ഉണ്ടല്ലേ? എസ് കെ, നമ്മൾ 1000 മരങ്ങളാണ് നമ്മൾ ഈ പദ്ധതി കേരളത്തിലെ സ്കൂളുകളുമായി ചേർന്ന് ചെയ്യാനുള്ള ഒരു ആലോചന പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അല്ലെ അമേരിക്കയിൽ വെച്ച മരങ്ങളൊക്കെ വാടാതെ സൂക്ഷിക്കുന്നുണ്ടോ എന്നാണ് ഖദീജയ്ക്ക് അറിയേണ്ടത്. അമേരിക്കയിൽ വെച്ച മരങ്ങൾ അത് ശുശ്രൂഷിക്കാനായിട്ട്, അതിന്റെ കാര്യങ്ങൾ നോക്കാനായിട്ട് അമേരിക്കയിലെ ഈ ഗവൺമെന്റ് ഏജൻസികളാണ് അതിന്റെ ഉത്തരവാദിത്വം. അപ്പൊ അതുകൊണ്ട് പരമകാരുണികനായ മധു കൊട്ടാരക്കര മരങ്ങളോടൊപ്പം തന്നെ ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു ഫോർ ജോയിനിങ് ഇൻ മോർണിംഗ് ഷോ.